ഹലോ ഫ്രണ്ട്സ്, ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കുമ്പോൾ, ഷർട്ട് ബോക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും. ഇതിൽ നമ്മൾ റിബൺസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ കെട്ടുകളൊക്കെ നമ്മൾ ഇടാറുണ്ട്, ഓരോ ബോസ് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ഇപ്രാവശ്യം കാണിക്കുന്നൊരു പോംപോ ബോ എന്ന് പറഞ്ഞൊരു കെട്ടുണ്ട്. റിബൺ വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു വെക്കുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഇതിൽ കാണിച്ച പോലെ നോർമൽ ഒരു അളവെടുത്തിട്ട് സാധാരണ ഒരു ഫസ്റ്റ് ലെയർ ജസ്റ്റ് ഒരു കെട്ട് കെട്ടി കൊടുക്കാം. കണ്ടതിൽ ഒരു സാധാരണ ഒരു കെട്ട് അത് കെട്ടി 2 കെട്ട് അവിടെ കെട്ടിയിട്ട് കൊടുക്കാം. ഞാനൊരു അളവെടുത്ത് കാണിട്ടാം. നമ്മളിപ്പോൾ ഒന്നുകൂടി കെട്ടി കാണിച്ചു തരാം. ഒന്ന് ഇനി ഇങ്ങോട്ട് മറിക്കാനുണ്ട്. ഇപ്പറേ വെച്ചിട്ട് വീട് വെക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, അപ്പോൾ ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് കണ്ട ഒരു കെട്ട് അത് 2 കെട്ട് ഇട്ട് വെച്ചേക്കണം. അതിനുശേഷം നമ്മൾ റിബൺ എടുത്തിട്ട് നമ്മൾ ഒരു ചെറിയൊരു അളവെടുക്കാം. ഒരു എത്ര സെൻറ്റിമീറ്റർ കൈയുടെ ഒരു വിരലൊക്കെ വെക്കുമ്പോഴുള്ള ഒരു അളവുണ്ടല്ലോ, എടുത്തിട്ട് സാധാരണ പോലെ അതിങ്ങനെ മടക്കിക്കൊണ്ടേയിരിക്കാം. ഒരു 10 മടക്കോ 9 മടക്കോ ഇങ്ങനെ മടക്കിക്കൊണ്ടേയിരിക്കാം. നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു വേണ്ട അളവിൻ്റെ അത്രയും അതിനെ മടക്കിക്കൊണ്ടേയിരിക്കാം. 10-12 നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും നമ്മൾ മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ റിബണിൻ്റെ ആ നടുവിലത്തെ ഭാഗം ഉണ്ടല്ലോ, നടുവിലത്തെ ഭാഗം മടക്കിയിട്ട് അതിൻ്റെ 2 സൈഡിലും ചെറുതായിട്ടൊന്ന് ഈ കത്തരി കൊണ്ട് ഒന്ന് വെട്ടിക്കൊടുക്കുക. 2 സൈഡിലും ചെറുതായിട്ടൊന്ന് വെട്ടാം, ഫുള്ളായിട്ട് വെട്ടരുത്, ചെറിയൊരു ഇത് കൊടുക്കുക. ഇതിൻ്റെ ഒറ്റ നടുവിലാണ് നമ്മൾ വെട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നൂല് വെച്ചിട്ട് അതൊന്നിങ്ങനെ കെട്ടി കണ്ടിട്ട് അതൊന്ന് മുറുക്കി കെട്ടി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഉപകാരമായിട്ട് നിൽക്കും. അത് കെട്ടിങ്ങാട്ട് ആ നൂല് വെട്ടിക്കളയാം. ഫസ്റ്റ് ഒരു 2 കെട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഈ ഒരു സാധനം വെച്ച് കൊടുത്തിട്ട് ഒരു 2 കെട്ടിട്ട് മുറുക്കി അങ്ങോട്ട് കെട്ടി അവിടെ ഉറപ്പിച്ച് വെക്കാം. സിമ്പിൾ, നമ്മൾ പണി കഴിഞ്ഞു. അതവിടെ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഈ മടക്കൊക്കെ ഇടയിൽ കിടക്കണം. അതൊക്കെ ഒന്ന് വിടർത്തി ഇങ്ങോട്ട് എടുക്കുക. പൂ പോലെ വലിയൊരു വിടർന്ന് പൂ പോലെ കിട്ടും. നല്ലപോലെ വിടർത്തി ഭംഗി അനുസരിച്ച് നല്ലപോലെ ഫ്രഷ് ആക്കി വിടർത്തി കൊടുക്കുക. കോർണർ ഇതുപോലെ വെട്ടി കൊടുക്കുക. ഈ സംഭവം നല്ല ഒരു ഫ്ലവർ പോലെ എടുക്കുക. നല്ല രസമുണ്ടാകും കാണാൻ. അപ്പോൾ ഇതുപോലത്തെ ഒരു കെട്ടൊക്കെ നമ്മൾ ഹാമ്പർ ബോക്സിലൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടാവും. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇത് ഞാൻ യൂസ് ചെയ്തേക്കണത് 20 രൂപയുടെ ഒരു റിബണിൻ്റെ ഒരു ഇതുണ്ട്, അതാണ് നമ്മൾ യൂസ് ചെയ്തേക്കണത്, കുറച്ച് കട്ടിയുള്ളത്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാ ഐ ഡിയിൽ അയച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ വർക്ക്സ് നമ്മൾ ഇതിൽ ഷെയർ ആക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി കണ്ടൻറ്റുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഓൾ.